വൈവിധ്യമാർന്ന വികസന പദ്ധതികളുമായി GCDAയുടെ സുവർണ ജൂബിലി വർഷ ബജറ്റ്. നഗരവികസനത്തിനൊപ്പം ഇൻഫോ പാർക്കിന്റെ മൂന്നാം ഘട്ട വികസനത്തിനും ബജറ്റിൽ പ്രധാന പരിഗണന നൽകിയിട്ടുണ്ടെന്ന് GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ള പറഞ്ഞു. 259 കോടി 41,67,000 രൂപ വരവും 218 കോടി 88,35,000 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ള അവതരിപ്പിച്ചത്. സംസ്ഥാനത്ത് ആദ്യമായി ലാൻഡ് പൂളിംഗിലൂടെ നടപ്പിലാക്കുന്ന ആദ്യ പദ്ധതിയായ ഇൻഫോ പാർക്ക് മൂന്നാം ഘട്ട വികസനത്തിനുള്ള ചുമതല GCDAയ്ക്കാണ്. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 150 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയതായി കെ ചന്ദ്രൻപിള്ള പറഞ്ഞു. കേരള സർക്കാർ ചട്ടങ്ങൾ കൂടി ഉണ്ടാക്കിയതോടെ വ്യക്തമായ വഴി ദിശാബോധത്തോടെ ഇൻഫോ പാർക്ക് മൂന്നാം ഘട്ട വികസനം ലാൻഡ് പൂളിംഗ് വഴി നടപ്പിലാക്കാൻ കേരള സർക്കാർ ഒരു തീരുമാനമെടുക്കുകയും ഉത്തരവായി GCDAയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. 300 ഏക്കർ സ്ഥലത്ത് വിപുലവും ആധുനികവുമായ സൗകര്യങ്ങളോട് കൂടിയതായ ഒരു IT നഗരമാണ് രൂപം കൊള്ളുക. ഇത് സംബന്ധിച്ച് ഒരു വാക്ക് പറയാനുണ്ട്. ഈ 300 ഏക്കറിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. വളരെ വിപുലമായൊരു സ്ഥലമല്ലേ. ആ 300-ൽ 100 ഏക്കറാണ് IT സ്പേസ്, ബാക്കി 200 IT ഇതര സ്പേസാണ്. കൊച്ചി പള്ളുരുത്തിയിൽ 8 മാസത്തിനകം അർജുനൻ മാസ്റ്റർ സാംസ്കാരിക കേന്ദ്രം യാഥാർത്ഥ്യമാക്കും. ഇതിനായി 4 കോടി രൂപ വകയിരുത്തി. വൈറ്റില പാലരിവട്ടം ഫ്ലൈ ഓവറുകളുടെ സൗന്ദര്യവൽക്കരണത്തിന് ആദ്യഘട്ടമായി 4 കോടി രൂപ വീതവും വനിതാ ഫിറ്റ്നസ് സെന്ററിനായി 2 കോടിയും ഷീ ഹോസ്റ്റലിനായി 7.5 കോടിയും വകയിരുത്തി. 125 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന അംബേദ്കർ സ്റ്റേഡിയം നവീകരണം CSR ഫണ്ട് ലഭ്യമാക്കി ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കും. രാജേന്ദ്ര മൈതാനത്തും മറൈൻ ഡ്രൈവിലും ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിനുള്ള വേദികൾ ഒരുക്കാനുള്ള പദ്ധതിയും GCDA മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 2.5 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന KK റോഡ് വികസന പദ്ധതി അടുത്ത മഴയ്ക്ക് മുൻപ് പൂർത്തിയാക്കും. തൃപ്പൂണിത്തുറ ചെല്ലാനം ബസ് ടെർമിനലുകളുടെ വികസനം ലാൻഡ് പൂളിംഗ്, ലാൻഡ് അക്വിസിഷൻ രീതികളിലൂടെ GCDA നടപ്പിലാക്കും. കൈരളി ന്യൂസ്, കൊച്ചി.